അദാനി പറയുന്നു, മുന്ദ്ര പോർട്ട് ബിൽഡ് ചെയ്യാനുള്ള ബിഡിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ പലരും കരുതി തനിക്ക് വട്ടാണെന്ന്. ആളുകൾ കളിയാക്കിയതും വിലക്കിയതും തനിക്ക് ജീവിതത്തിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകൾ പോയിട്ട് ഒരു കല്ല് പോലും ഇട്ട പരിചയമില്ലാത്തതിനാലല്ല, തെരഞ്ഞെടുത്തത് മുന്ദ്രയായതുകൊണ്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചതുപ്പ് നിലമായ മുന്ദ്ര തെരഞ്ഞെടുത്തതുകൊണ്ട്. ആ പ്രൊജക്റ്റിനായി ഫണ്ട് ചോദിച്ചപ്പോൾ ബാങ്കുകൾ ചിരിച്ചു. വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഒരു ചതുപ്പിന് ഞങ്ങൾ പൈസ മുടക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഗൗതം അദാനി പറയുന്നു, ബാങ്കുകൾ പറഞ്ഞത് ശരിയായിരുന്നു. മുന്ദ്രയിലേക്ക് ഒരു റോഡ് പോലുമില്ല, അവിടേക്ക് എത്തിപ്പെടാനാകില്ല. ചതുപ്പിലേക്ക് എങ്ങനെ എത്താൻ? അവിടെ എത്തിയാലല്ലേ കൺസ്ട്രക്ഷൻ്റെ കാര്യം ആലോചിക്കാനെങ്കിലും പറ്റൂ. അവിടെ തനിക്ക് വലിയ പാഠം പഠിക്കാനായി എന്ന് അദാനി പറയും. കൺവിക്ഷൻ ഓവർ കോഷൻ. ധാരണകളെയും മുന്നറിയിപ്പുകളെയും മറികടക്കാൻ കഴിയുന്ന അചഞ്ചലമായ ആത്മവിശ്വാസത്തിൻ്റെ ബലം. അവിടെ അദാനി പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ ബാങ്കുകളോട് ചോദിച്ചത് ഒരു ചതുപ്പ് നിലം വികസിപ്പിക്കാനുള്ള ലോണല്ല, ആരും അന്വേഷിക്കാതിരുന്ന, ശ്രമിക്കാതിരുന്ന, കാണാതിരുന്ന വലിയ അവസരത്തെ ഉപയോഗപ്പെടുത്താനുള്ള പിന്തുണയാണ് ചോദിച്ചത്. അതാണ് ഗൗതം അദാനി. ഭൂപടത്തിലെ വഴികൾ നിങ്ങളെ എത്തിക്കുക ചിലർ അതിനകം എത്തപ്പെട്ട ഡെസ്റ്റിനേഷനുകളിൽ മാത്രമായിരിക്കും. പുതിയ ഡെസ്റ്റിനേഷനുകളിൽ എത്താൻ നിങ്ങൾ വഴിവെട്ടണം. അതിന് വേണ്ടത് ആഴത്തിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ ദിശാസൂചികകൾ മാത്രമാണ്. അത് അവസരങ്ങളിലേക്ക് വഴികാട്ടും. എൻ്റെ ആത്മവിശ്വാസമാണ് മുന്ദ്രയിലേക്ക് എന്നെ എത്തിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ ആ ചതുപ്പ് നിലം ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ തുറമുഖമായിരിക്കുന്നു. രാജ്യത്തെ തുറമുഖ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ മുന്ദ്ര, അത് യാഥാർത്ഥ്യമാക്കിയ സാക്ഷാൽ അദാനി.